നമ്മുടെ നാടിനെ പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്ന രൂക്ഷമായ ലഹരി ദുരന്തത്തിൽ നിന്ന് രക്ഷിക്കുന്നതിന് ഫുട്ബോൾ മത്സരങ്ങളും കായിക കലാമേഖലകൾക്കും കഴിയുമെന്നും അതിനായി യുവജന കലാസംഘടനകളും ക്ലബ്ബുകളും വഹിക്കുന്ന പങ്ക് വലുതാണെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ എം.എൽ.എ. പറഞ്ഞു. ഇന്ത്യ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചു. എനിക്ക് ഇതേ പറയാൻ പാടുള്ളൂ. ഒരു കായിക മേഖലയുടെ ഉദ്ഘാടനത്തിൽ ഒറ്റ സെന്റൻസ് പറയാൻ പാടും, പിന്നെ പ്രസംഗിക്കാൻ പാടില്ല. ഞാൻ ഒരു സ്ഥലത്തും പ്രസംഗിക്കാറുണ്ട്. പക്ഷെ ഇപ്പം ഞാൻ സംസാരിച്ചില്ലെങ്കിൽ പറയും എനിക്ക് പോകാൻ തിരിഞ്ഞതുകൊണ്ട് ഞാൻ പ്രസംഗിക്കാതെ പോയത്. ഞാൻ MLA ആയ 2001 മുതൽ ഇപ്പോൾ ഇവിടെ കാണികളില്ലാത്തതുകൊണ്ടാണ്. കാണികൾ ഉണ്ടായിരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ കയ്യടി എനിക്ക് കിട്ടിയത്. കാരണം പ്രസംഗിക്കാതെ കളിയാടാൻ വേണ്ടിയിട്ടാണ് അവർ വന്ന് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ ഒറ്റ വാചകത്തിലെ കായിക മേഖലകൾ സജീവ ജോസഫ് പോലെ അങ്ങനെ ഒറ്റ വാചകത്തിൽ ഉദ്ഘാടനം ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഒരു അഡീഷണൽ ആയിട്ടുള്ളൊരു കാര്യം പറയുന്നത് സ്വാഗത പ്രാസംഗികയിലൂടെ പറഞ്ഞൊരു കാര്യം, നിങ്ങൾ 21 ദിവസക്കാലം അല്ലേ ഈ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് നടത്തുക. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര വിസ്മയമാണ്. എനിക്കൊരു ഫുട്ബോൾ പ്രേമികളുടെ സ്ഥലമാണെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ 21 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് നടത്തുക എന്ന് പറയുന്നത് അവിശ്വസനീയമായ ഒരു കാര്യമാണ്. ഇന്ന് കേരളം മുഴുവൻ നമ്മൾ നേരിടുന്ന ഒന്നാമത്തെ വെല്ലുവിളി കേരളത്തിൽ നടക്കുന്ന ലഹരി വ്യാപനമാണ്. അതിനുള്ള ഇരിക്കൂറിന്റെ മറുപടിയാണ് ഈ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ്. നമ്മുടെ ചെറുപ്പക്കാരെ മുഴുവൻ ഈ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവരണം, ഫുട്ബോളിന്റെ ആരാധകരാക്കി അവരെ മാറ്റണം, ആരോഗ്യത്തെക്കുറിച്ച് ബോധ്യമുള്ളവരാക്കി അവരെ മാറ്റണം. ഈ ഗ്രൗണ്ടിൽ നിന്ന് അവർ കളി കഴിഞ്ഞ് മടങ്ങിപ്പോകുമ്പോൾ ജീവിതത്തിൽ ഒരിക്കലും ഒരു ലഹരി മരുന്നും ഉപയോഗിക്കില്ല എന്നവര് നെഞ്ചിൽ കൈവച്ച് പറഞ്ഞുകൊണ്ട് പോവാൻ. അതാണ് കേരളത്തിന് ഈ ടൂർണമെന്റ് നൽകുന്ന ഏറ്റവും വലിയ മാതൃകയും ഏറ്റവും വലിയ സന്ദേശവും എന്ന് ഞാൻ കരുതുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെ, കൗമാരപ്രായക്കാരെ, യൗവനത്തിലുള്ളവരെ, ചെറുപ്പക്കാരെ, കുട്ടികളെ എല്ലാവരെയും കുടുക്കാൻ വേണ്ടി കെണിയൊരുക്കി കാത്തു നിൽക്കുകയാണ് ലഹരി മാഫിയ. ഓരോ കുടുംബങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും പറയണ്ട. നമ്മുടെ വീടുകളിലെല്ലാം 1-2 കുഞ്ഞുങ്ങളേ ഉള്ളൂ. അവരെ ഒന്നും ഈ ലഹരി മരുന്ന് മാഫിയയ്ക്ക് കൊലയ്ക്ക് കൊടുക്കാൻ നമ്മൾ തയ്യാറില്ല എന്നുള്ള പ്രഖ്യാപനം കൂടിയാണ്. സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ സർക്കാർ ചെയ്യണം. പോലീസും എക്സൈസും ഒക്കെ പിടിക്കണം. കേരളത്തിലേക്ക് ഇത് കടത്തിക്കൊണ്ടുവരുന്ന ആളുകളെ ഞങ്ങൾ നിയമസഭയിൽ അതിശക്തമായി പറഞ്ഞിട്ടുണ്ട്. അത് സർക്കാരിന്റെ ജോലി, സർക്കാർ അത് ചെയ്താൽ മതി. ബാക്കിയുള്ള ബോധവൽക്കരണവും ഇതുപോലുള്ള കാര്യങ്ങളും നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് ചെയ്താൽ കേരളത്തെ നമുക്ക് രക്ഷിക്കാൻ കഴിയും. ഞാനില്ലെങ്കിൽ നിങ്ങളോട് നെഞ്ചിൽ കൈവച്ച് പറയുകയാണ്, നമ്മുടെ കേരളം ഇല്ലെങ്കിൽ ഉണ്ടാവില്ല, തകർന്നു പോകും കേരളം. അത്രമാത്രം അപകടകരമായ രീതിയിലേക്കാണ് നമ്മുടെ സംസ്ഥാനം പോകുന്നത്. നമ്മുടെ ഒരു കുഞ്ഞുങ്ങളെ, എൻ്റെ വീട്ടിലെ കുഞ്ഞുങ്ങളാണെങ്കിലും നിങ്ങളുടെ വീട്ടിലെ കുഞ്ഞുങ്ങളാണെങ്കിലും അവരെ നമുക്ക് കൊലയ്ക്ക് കൊടുക്കാൻ നമ്മൾ തയ്യാറല്ല എന്നുള്ള പ്രഖ്യാപനവും അതിനനുസരിച്ചുള്ള പ്രവർത്തനവുമായിരിക്കണം ചെയ്യേണ്ടത്. ഈ 21 ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന ഈ വലിയ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് അങ്ങനെ ഒരു ദൗത്യം കൂടി ചെയ്യും. മാനസികവും ശാരീരികവുമായ ആരോഗ്യമുള്ളവർക്ക് മാത്രമേ സ്വയം വ്യക്തിപരമായും കുടുംബത്തിലും ഈ നാടിനും ഈ രാജ്യത്തിനും എന്തെങ്കിലും സംഭാവന ചെയ്യാൻ കഴിയുകയുള്ളൂ. അതിനുവേണ്ടി കൂടിയുള്ള വലിയ സന്ദേശമായി ഈ ടൂർണമെന്റ് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതിന്റെ സംഘാടകരെ എല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. 3 ആഴ്ചയിലധികം നീണ്ടു നിൽക്കുന്ന UAE ഡൈനാമോസ് പ്രൈസ് മണിക്കും എമി ഗോൾഡ് സ്വർണ്ണക്കപ്പിനും സി മൊയ്തീൻ സ്മാരക സ്ഥിരം ട്രോഫിക്കും വേണ്ടിയുള്ള ഡൈനാമോസ് FC 7ാമത് SFA അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് ഡൈനാമോസ് ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡൈനാമോസ് സ്റ്റേഡിയത്തിലെത്തിയ എല്ലാ കായിക പ്രേമികളും ലഹരിക്കെതിരെ ഉറച്ച പ്രതിജ്ഞ ചെയ്യണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ലഹരി വിപത്തിൽ നിന്ന് നാടിനെ രക്ഷപ്പെടുത്താൻ എല്ലാവരും ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങേണ്ട സമയമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ക്ലബ് പ്രസിഡന്റ് KR അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു. സജീവ് ജോസഫ് MLA മുഖ്യാതിഥിയായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TP ഫാത്തിമ, മാർട്ടിൻ ജോർജ്, ഫർസീൻ മജീദ്, നൌഷാദ് ബ്ലാത്തൂർ, CK മുഹമ്മദ്, K ഹുസൈൻ ഹാജി, K മുഹമ്മദ് അഷ്റഫ് ഹാജി, K നിസ്താർ, KK ഷഫീഖ്, C രാജീവൻ, CV ഫൈസൽ, K പോക്കർ, KT മിറാജ്, MP റഹീം, P വാഹിദ് ഹാജി, K ഗഫൂർ ഹാജി, RP നാസർ, V സിയാദ്, AP മർസൂഖ്, CVN യാസ്ര, NV ഹാരിസ്, N റഷീദ്, KP അർഷാദ് എന്നിവർ സംസാരിച്ചു.